ആയുർവേദ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതൊരു ആയുർവേദ മെഡിസിൻ ആണ്. ഈ മെഡിസിൻ ആയതുകൊണ്ട് തന്നെ കേരളം ആണ് ഇന്ത്യയുടെ ആയുർവേദ ഈറ്റില്ലെന്നാ പറയുക. അപ്പൊ ഇന്ന് കേരള മാർക്കറ്റിലും ഒരുപാട് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ എങ്കിൽ വെസ്റ്റീജിന്റെ പ്രത്യേകത അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കമ്പനി നമുക്ക് തന്നിട്ടുള്ള ക്വാളിറ്റി ഇന്ന് ഒരു കമ്പനിക്കും ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്ര കണ്ട് ക്വാളിറ്റിയാണ്. കാരണം അല്ലെങ്കിൽ ഇത്രമാത്രം രാജ്യങ്ങളിലേക്ക് ഇതിന്റെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ തയ്യാറാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രോഡക്റ്റിലേക്ക് നേരെ കടക്കുകയാണ്. നമ്മുടെ റെസ്പോക്കെയർ എന്നാണ് ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ്. റെസ്പോക്കെയറിന്റെ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, അത് റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേഷന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മെഡിസിൻ. ഞാനിവിടെ മെഡിസിൻ തന്നെയാന്ന് പറയാണ്, കാരണം ഇതൊരു സപ്ലിമെന്ററി പ്രോഡക്റ്റ് അല്ല, മെഡിസിൻ തന്നെയാണ്. കാരണം അത് മെഡിസിനൽ കണ്ടന്റ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് എൻഹാൻസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്താണ് ഈ റെസ്പോക്കെയറിൽ വരുന്ന അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസന വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറെ അധികം സിസ്റ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയും അതുപോലുള്ള കാര്യങ്ങളും ബൂസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതിൽ വരുന്നത് ശ്വസന വ്യവസ്ഥയിൽ വരുന്നത് മൂക്ക്, ഫാരൻസ്, അതുപോലെ തന്നെ ലാരൻസിൽ, ട്രാക്കിയ, ബ്രോങ്കി, ലങ്സ് എന്നിവ ഉൾപ്പെടുന്ന ഒരു പോർഷനാണ്. അതായത് അതുകൊണ്ട് ഇവിടെ ഉള്ള പോർഷനാണ്. ഈ പോർഷനെയാണ് ശ്വസന വ്യവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ റെസ്പിറേറ്ററി സിസ്റ്റം പ്രധാനമായി ചെയ്യുന്നത് എന്താ വെച്ചാൽ ബ്രീത്തിങ് ഈസിയായി നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വസന വായുവാണ് കേട്ടോ. നമ്മൾ വേറെ രീതിയിൽ അർത്ഥം കാണേണ്ടതില്ല. അതായത് പലതരം ഗ്യാസുകളുണ്ടല്ലോ, ഈ റെസ്പിറേറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേഗം നമ്മുടെ മനസ്സിലേക്ക് ഈ പ്രോഡക്റ്റ് എവിടെ എങ്ങനെ അല്ലെങ്കിൽ ഈ മെഡിസിൻ എവിടെ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന സിസ്റ്റത്തിന്റെ ഭാഗത്തിൽ കൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് വേഗം നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഒരു കണക്ടിവിറ്റി ഉണ്ടാകാൻ വേണ്ടി ഞാൻ അതിന്റെ ഇതിന്റെ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ചില ഓർഗൻസിനെ കുറിച്ച് പരാമർശിച്ചു പോകാം. കാരണം നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. അല്ലാതെ ഒരു അനാട്ടമി എല്ലാം അങ്ങനെയുള്ള സംഭവമായിട്ട് കരുതണ്ട. അപ്പൊ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ 2 പാർട്ടാണുള്ളത്. അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നുമാണ് പറയുന്നത്. അതിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്നത് സാധാരണ മൂക്ക്, അത് നാസൽ ക്യാവിറ്റി, സൈനസസ്, ഫാരൻസ്, അതുപോലെ തന്നെ ഈ ഫാരൻസ്, ലാരൻസ്, ഇത്രയും ഭാഗങ്ങളാണ്. അതായത് മൂക്ക്, നാസൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ മൂക്കിനുള്ളിലുള്ള ഈ അറയാണ്. അതാണ് നാസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അതുപോലെ തന്നെ സൈനസസ് എന്ന് പറഞ്ഞാൽ തലയോട്ടിയുടെ ഈ ഒരു ഭാഗത്തുള്ള അസ്ഥിക്കുള്ളിൽ വായു നിറഞ്ഞ അറകളുണ്ട്. ആ അറകളുടെ ഒരു പോർഷനെയാണ് നമ്മൾ സൈനസസ് എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ ഫാരൻസ് എന്ന് പറയുന്ന സാധനം ഈ തൊണ്ടയിലെ കുഴലാണ്. അതായത് വായിന്റെയും മൂക്കിന്റെയും ഉള്ളിലാണ്, അതിന്റെ ബാക്ക് സൈഡ് ഭാഗത്തായിട്ട് വരുന്ന ഒരു കുഴലാണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യഥാക്രമം ഭക്ഷണം അന്നനാളത്തിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ശ്വസനനാളത്തിലേക്ക് എയർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫാരൻസിന്റെ പ്രധാനപ്പെട്ട ജോലി. ഞാൻ ഓർഗൻ പറയുമ്പോൾ അതിന്റെ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടി പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫാരൻസിൽ ഇൻഫ്ലമേഷൻ മൂലം, ഫാരൻസ് എന്ന് പറയുന്നത് വെക്കുന്ന പിടികിട്ടുക, നമുക്കറിയില്ലേ ഫ്രാഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുന്ന അസുഖമുണ്ട്. ഞാൻ വീണ്ടും പറയുന്ന ഈ ഇൻഫ്ലമേഷൻ വന്നതാണ്. ITIസിൽ തുടങ്ങുന്ന രോഗങ്ങളുടെ പേരുകൾ വരുന്നത് തന്നെ ഇൻഫ്ലമേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇൻഫ്ലമേഷൻ മൂലമുള്ള ഈ ഫാരൻസിൽ വരുന്ന
ഒരു അസുഖമുണ്ട്. അതാണ് ഫ്രഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഞാൻ ഫാരൻസി എന്താണെന്നും പറയുന്നതിന്റെ ഭാഗമായിട്ട് അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതാണ് ഫാരൻസി എന്ന് പറയുന്നത്. പിന്നെ ലാരൻസ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഭാഗത്ത്, ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് ഒരു മുഴ പോലെയുള്ള ഒരു അറകളുണ്ട്. അതായത് കഴുത്തിനും ശ്വാസനാളത്തിനും ഇടയിൽ ഉണ്ടാകുന്ന, അത് ശബ്ദം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ശബ്ദം ഉണ്ടാക്കാനാണ് സ്വനപേടകം അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്നൊക്കെയും കൂടെ പറയാം അതിന്. ഈ അറകളാണ്, അതാണ് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്നത്. ഇനി ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൊക്കേറ്റഡ് ബിലോ ദ ലാരൻസ്. ഈ ആദ്യം പറഞ്ഞ ഈ നമ്മൾ ലാരൻസ് വരെയാണ് ലാരൻസിക് വരെയാണ് പറഞ്ഞു വന്നത്. അതിന്റെ താഴെയുള്ള ഭാഗത്തിന് നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞ ഓർഗൻസിനെ കുറിച്ചൊന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നമ്മുടെ മെഡിസിനുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രാക്കിയ, ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയോൾസ്, ലങ്സ്, ഇത്രയും ഭാഗം. അത് ബിലോ ദ ലാരൻസ് എന്ന് പറഞ്ഞാൽ ലാരൻസ് ഏതാണ്ട് ഈ ഭാഗത്ത് വരും, അതിന്റെ താഴേക്കുള്ള പോർഷൻ. അങ്ങനെ 2 പോർഷനാണുള്ളത്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റും. അപ്പൊ ട്രാക്കിയ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, വോയിസ് ബോക്സിന്റെയും ശ്വാസകോശത്തെയും ബന്ധിക്കുന്ന കഴുത്തിനും നെഞ്ചിനും ഇടയിലുള്ള ഒരു കുഴലാണ്. ശ്വാസകോശത്തെയും അതുപോലെ തന്നെ ഈ വോയിസ് ബോക്സിനെയും കൂടെ ബന്ധിപ്പിച്ചിരുന്ന ഈ ഒരു പോർഷനിൽ വരുന്ന ഒരു കുഴലാണെന്ന് പറയാം, ഒരു ട്യൂബാണ്. അപ്പൊ ഇതാണ് ഈ ട്രാക്കിയ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും തന്നെ ഇത് വായു കടത്തി വിടുക എന്നുള്ളതാണ്. അതായത് ലങ്സിൽ നിന്നും എയർ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ട്രാക്കിയ ഉപയോഗം, അല്ലെങ്കിൽ ട്രാക്കിയയുടെ ഫങ്ഷൻ അതാണ്. ഇനി ശ്വാസകോശ നാളിനെയാണ് നമ്മൾ ബ്രോങ്കി എന്ന് പറയുന്നത്. ബ്രോങ്കി ശ്വാസകോശ നാളിയുണ്ട്. ഈ ശ്വാസകോശ നാളിയിൽ തന്നെ ഏറ്റവും ചെറിയ എയർവേസ്, അതിനെയാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുക. അതായത് ശ്വാസനാളിയിൽ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള എയർവേസ് ഉണ്ട്. അതായത് നമ്മൾ ശ്വസനവായു കടത്തി വിടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ചെറിയ വായു, അതാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിനി അതിൽ വരുന്ന ഒരു സാധനമാണ് ലങ്സ്. നമുക്കറിയാം, നമുക്ക് ശ്വാസം എടുക്കുന്നതിനും ശ്വാസം പുറത്തു വിടുന്നതിനും സഹായിക്കുന്ന സ്പോഞ്ച് പോലത്തെ ഉള്ള ഒരു അവയവ. നമ്മൾ പരസ്യത്തിൽ തന്നെ കേട്ടിട്ടുണ്ട്. പണ്ട് സിനിമയൊക്കെ കാണുമ്പോൾ പരസ്യം പറയാറില്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയാം. എന്ന് പറയുന്ന പോലെ അത്തരം സ്പോഞ്ച് ടൈപ്പിലുള്ള ഒരു ഓർഗനാണ് നമ്മുടെ ഈ ലങ്സ്. ഇതിന്റെ പ്രധാനമായിട്ട് ജോലി എന്താണെന്ന് വെച്ചാൽ, ഓക്സിജൻ ഇൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഔട്ട് എന്നാണ്. അതായത് നമ്മുടെ ഓക്സിജനെ അകത്തേക്ക് എടുക്കുകയും നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഓക്സിജൻ അകത്തേക്ക് എടുക്കുക, കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുക. ഇതാണ് ലങ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഓർഗൻസ് ഇതൊക്കെയാണ്. ഇതുമായിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് കണക്ടിവിറ്റി വരുന്നത്. അതുകൊണ്ടാണ് ഓർഗൻസിനെ കുറിച്ചൊന്ന് പരാമർശിച്ചു പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെഡിസിൻ പറഞ്ഞു, നമ്മുടെ റെസ്പോക്കെയർ മെഡിസിനാണ്. അപ്പൊ ഇത് സാധാരണയായി ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ചില ഡിസീസുകളുണ്ട്. ആ ഡിസീസിനെയാണ് ഈ റെസ്പിറേറ്ററി ക്യാപ്സ്യൂൾ സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഇല്ലാതാക്കി കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളാണ് അങ്ങനെ ഡിസീസായിട്ട് കണ്ടുവരുന്നത്. പ്ലീഗം വരുന്നുണ്ട്, അതുപോലെ ആസ്മ, ലങ് കൺജഷൻ, റാറ്റ്ലിംഗ് കഫ്. ഇത്രയാണ് സാധാരണയായിട്ട് ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരാൻ സാധ്യതയുള്ള ഡിസീസുകൾ ഇത്രയാണ്. അതായത് പ്ലീഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കഫമാണ്. അതായത് നോർമൽ കണ്ടീഷനിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ലങ്സിനും എയർവേസിനും ഇടയ്ക്ക് കട്ടിയായിട്ടുള്ള ഒരു പദാർത്ഥം ഉണ്ടാവും. ഒരു ജെല്ലി ടൈപ്പ് ആയിരിക്കും. കഫം, ശരിക്കും പറഞ്ഞാൽ കഫം ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വരാൻ സാധ്യതയല്ല. ഇപ്പോഴത്തെ സീസൺ എല്ലാവർക്കും അറിയാലോ. ഒരു 99% ആളുകൾക്ക് സീസണും ക്ലൈമാറ്റിക് ചേഞ്ചും അതുപോലെ ഫോറിൻ ബോഡിയുടെ ഇൻടേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട്, നമ്മൾ ഉദ്ദേശിച്ച ഈ ഡസ്റ്റ്, ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള ഒരുപാട് സാധനങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നോർമലി വരുന്ന ഒരു സാധനം തന്നെയാണ് കാർബൺ ഉണ്ടാകുക എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ആസ്മയാണ്.
ആസ്മ എന്ന് പറഞ്ഞാൽ ഈ ശ്വാസനാളത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് ക്രോണിക് ആയിട്ടുള്ള ശ്വാസം മുട്ടലും ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ചുമയും ഉണ്ടാകും ഈ സമയത്ത്. വിട്ടുമാറാത്ത ചുമയായിരിക്കും. ആസ്മയുടെ കണ്ടീഷൻ അതാ. ഈ ഇൻഫ്ലമേഷൻ ഒരു കാരണമാണ്. ഇൻഫ്ലമേഷൻ ആണ് ഈ പറയുന്ന ഒരു ഐറ്റിസ് കണ്ടീഷൻ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം. 100% ഇൻഫ്ലമേഷൻ തന്നെയാണ്. അപ്പൊ ഇത്ര ഘട്ടത്തിലൊക്കെ സാധാരണ അതിന്റെ എന്താ പറയുക, ഒരു പീക്ക് സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ മെഡിസിൻ തന്നെ ക്യൂർ ചെയ്യാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ചില ആളുകൾ കണ്ടിട്ടില്ല, ഈ ഇൻഹെയിലർ പോലുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അത്തരം സാഹചര്യത്തിലൊക്കെയാണ്. അതുപോലെ തന്നെ ശ്വാസകോശത്തിലേക്കുള്ള ബ്രോങ്കിയൽ ട്യൂബിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്ക് അത് ഞാൻ പറഞ്ഞില്ല, അതും ഇൻഫ്ലമേഷൻ ആണ്. ITS എവിടെയാണോ അവസാനിക്കുന്നത്, ഏത് ഡിസീസിന്റെ പേരിലാണോ ITS അവസാനിക്കുന്നത്, അത് തീർച്ചയായിട്ടും ഓൺലി ദ റീസൺ ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ. അപ്പൊ അങ്ങനെ അവിടെയും ആ സമയത്തും ഈ ഭയങ്കരമായ കഫക്കെട്ടും അതുപോലെ കോൾഡും ചെറിയ ഫീവറും ഒക്കെ ഉണ്ടാകും. ഈ ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇത് വേറെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ വന്നിട്ടുള്ള കൂട്ടത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ലങ് കഞ്ചഷൻ ഉണ്ടാകും. ലങ് കഞ്ചഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സസ് ഫ്ലൂയിഡും മ്യൂക്കോസ് എന്ന് പറഞ്ഞാൽ ഒരുതരം വഴുവഴുത്ത ഒരു ദ്രാവകം. സ്പ്യൂട്ടമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ എയർവേസിൽ വന്ന് നിറഞ്ഞിട്ട് നമുക്ക് ബ്രീത്തിങ്ങിന് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷന് നമുക്ക് ചെസ്റ്റ് കൺജൻഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു പക്ഷേങ്കിൽ ഒരു ഡിസീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, ദാറ്റ്സ് അണ്ടർലൈനിങ് ദ സിഗ്നിഫിക്കന്റ് ഓർ ദ ഇൻഡിക്കേഷൻ ഈസ് ടു ഹാർട്ട് ഫെയിലിയർ ഓർ ന്യൂമോണിയ. ഇതിനകത്തേക്കാണ് അത് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. പക്ഷെ ഇതൊരു ഡിസീസ് അല്ല, തീർച്ചയായിട്ടും ഇത് സിംറ്റം തന്നെയാണ്. നമുക്കറിയാം ന്യൂമോണിയ പല പേഷ്യൻസും ഒക്കെ ഈ ഹാർട്ട് ഡിസീസ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ പറയില്ലേ, ICUയിലേക്കാണ് ബെറ്ററായി വന്നതാണ്, പക്ഷെ വെക്കുന്ന ന്യൂമോണിയ വന്നു മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. എത്ര മാത്രം ഇമ്പോർട്ടൻസ് ആണ്. അയാൾ ബെറ്ററായിട്ട് വന്നായിരിക്കും, അവർക്ക് സർജറി അല്ലെങ്കിൽ ഒരു ബൈപ്പാസോ അല്ലെങ്കിൽ ആൻജിയോ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്തായിരിക്കും വെക്കുന്നൊരിത് വന്നു ന്യൂമോണിയ വന്നു. അങ്ങനെ വളരെ നമ്മളൊരു 100% ഹോപ്പിൽ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ അതാണ് പറഞ്ഞത്, ഒരു അസുഖമൊന്നും അല്ലെങ്കിൽ പോലും അതിന്റെ അണ്ടർലൈൻ ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസ് അതിലേക്കാണ് പോകുന്നത്. അപ്പൊ അതാണ് ഈ നമ്മുടെ ഈ കൺജഷൻ, ചെസ്റ്റ് കൺജഷനെ നമ്മൾ സൂചിപ്പിക്കുന്ന അതാണ്. അതുപോലെ തന്നെ പിന്നെ റാറ്റ്ലിംഗ് കഫ് അങ്ങനെയല്ലേ, ചിലർക്ക് ഇങ്ങനെ ചുമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചുമക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ചുമയ്ക്കാണ് റാറ്റ്ലിംഗ് കഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഒരു സിംറ്റം, നമുക്ക് സിംറ്റമായിട്ട് സൂചിപ്പിക്കുന്നത് റെസ്പിറേറ്ററിയിൽ വരാവുന്ന അസുഖങ്ങൾ സിംറ്റമാണ്. ഞാനിപ്പോൾ ഈ സിംറ്റം ഒക്കെ പറയാൻ കാരണം, ഞാൻ ഈ പറഞ്ഞ സിംറ്റംസും അല്ലെങ്കിൽ ഈ ഞാൻ സംസാരിച്ച ഈ ഓരോ കാര്യങ്ങൾക്കും ഏറ്റവും നല്ല സൊല്യൂഷനാണ് നമുക്ക് ഈ റെസ്പിറേറ്ററിയിൽ വരുന്ന ഈ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ 90% ആളുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ വിക്റ്റിമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു ആയുർവേദ പ്രോഡക്റ്റ് ആണ് നമുക്കുള്ളത്. ആൻഡ് ദാറ്റ്സ് കോൾഡ് റെസ്പോ കെയർ ക്യാപ്സൂൾ. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞു, മാർക്കറ്റിൽ ധാരാളം പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. എന്തുകൊണ്ട് നമ്മൾ കെയർ ക്യാപ്സൂൾ തിരഞ്ഞെടുക്കണം? വൈ? ബിക്കോസ് വി ആർ ഇൻസൈഡ് ഇൻ ദിസ് ബിസിനസ്. അത് ശരിയാണ്. പക്ഷെ എങ്കിൽ കൂടി അതിന്റെ എഫിക്കസിയും ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് ആയുർവേദ പ്രോഡക്റ്റിൽ, ആയുർവേദ മെഡിസിൻസിൽ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മെഡിസിന്റെ എഫിക്കസി തീരുമാനിക്കുന്നത് അതിലത്തെ കണ്ടന്റ്. അതായത് ആ മെഡിസിനിൽ എന്തൊക്കെ ചേരുവകളാണോ, അതിന്റെ കോമ്പിനേഷൻസ് കറക്റ്റ് ആണോ, ഇന്നത് വന്നാൽ ഇന്നതുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഇന്ന കാര്യങ്ങൾ ക്രമീകരിക്കുന്നു, അതുവഴി ഇന്ന പ്രോബ്ലംസ് സോൾവ് ആകുന്നു, അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ചേർത്തിരിക്കുന്ന ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ ബേസിക്കലി നമ്മളെ മനുഷ്യന്റെ കാര്യങ്ങളുണ്ട് എടുത്താൽ തന്നെയല്ല, നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ പോസിറ്റീവ്, നമ്മുടെ ക്യാരക്ടർ നല്ലതാണ് അല്ലെങ്കിൽ എന്നൊക്കെ ഒരാൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ കുറെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സും നമ്മുടെ കയ്യിൽ നമ്മൾക്ക് ഉണ്ടാവണ്ടേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡെഫിനറ്റ്ലി ഈ മെഡിസിന്റെ കാര്യത്തിലും അങ്ങനെയാണ്, കണ്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ കണ്ടന്റുകൾ നമുക്കൊന്ന് നോക്കാം. ആയുർവേദ ഹെർബ്സ് ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പുറമേ തന്നെ എഴുതിയിട്ടുണ്ട്.
അതിൽ അതിലൊരു 5-6-7 കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു കണ്ടന്റും കൂടെ ഞാനൊന്ന് പറഞ്ഞു പോകാം. ആ കണ്ടന്റ് ആണ് നമുക്ക് ഞാൻ പറയുന്ന പ്രോബ്ലംസിനെ എല്ലാം സോൾവ് ചെയ്യുന്നത്. അതിനടങ്ങിയിരിക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ മരുന്നുകളാണ്. അതായത് സൊലാനിയം സന്തോകാപ്പസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, ടിനോസ്പെറ കോഡിഫോളിയ, അടത്തോട്ട വാസിക, അതുപോലെ തന്നെ ഒസിമൻ സാങ്ക്ടം, പൈപ്പർ ലോങ്കം, പിന്നെ വന്നിട്ട് ദശമൂൽ ക്യാത്തുണ്ട്, സിഞ്ചിബർ ഓഫീസിനായാലും. ഇത് ഞാൻ പറഞ്ഞു തരാം, ഓരോ കണ്ടന്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ മലയാളത്തിലുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അതായത് സൊലാനിയം സുന്തോകാപ്പസ് എന്ന് പറയുന്ന സാധനം വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണമായി വളരെ റയറായിട്ട് കണ്ടുവരും ചില ഡ്രൈ ഏരിയസിലേക്കാണ്. കണ്ടകാരി ചുണ്ട എന്ന് പറയാം. കണ്ടകാരി ചുണ്ട ആയുർവേദത്തിൽ പല മരുന്നുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു മെഡിസിനാണ്. ഇത് കണ്ടകാരിച്ചുണ്ട ആണ് വൺ ഓഫ് ദ മെയിൻ കണ്ടന്റ്സ് ഓഫ് ദ റെസ്പോക്കെ ക്യാപ്സ്യൂൾ. നമ്മുടെ കമ്പനി ഇറക്കിയിരിക്കുന്നത് ക്യാപ്സൂൾ ഫോമിലാണ്. ഈ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കട്ടിയുള്ള കഫം ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ ചുമച്ച കഫ, ഡ്രൈ കഫ്, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഈ അലറി ചുമക്കുന്നതിനൊക്കെ കാരണം ചുമച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കഫം ഡിസ്മിലേറ്റ് ചെയ്യുന്നില്ല, കഫം അങ്ങനെ അവിടെ കിടക്കുകയാണ്. അതിനെ ഡിസ്മിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അലിയിപ്പിച്ച് കളയുക എന്നുള്ളത് കണ്ടകാരിച്ചുണ്ട അത് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അതിനകത്ത് സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഉണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ ഹെൽപ്പോട് കൂടിയാണ് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ഈ കഫത്തിനെ ഇങ്ങനെ അലിയിപ്പിച്ച് കളയാനുള്ള, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയുന്നതെന്നൊക്കെ പറയാം. അങ്ങനെ എയർവേസിനെ ക്ലിയർ ചെയ്യും. ഈ എയർവേസ് ക്ലിയർ ആവാതിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ചുമച്ച് എന്നൊക്കെയുള്ള ശ്വാസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന അതാണ്. അപ്പൊ എയർവേസിനെ ക്ലിയർ ചെയ്യുന്നത് ഈ സന്തോകാപ്പസ് അല്ലെങ്കിൽ സൊലാനിയം വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സൊലാനിയം വൺ ഓഫ് ദ മെയിൻ കണ്ടന്റ് ഓഫ് നമ്മുടെ ഈ റെസ്പോക്കർ ക്യാപ്സൂൾ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇത് ആസ്മേനെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഇതിന് കഴിയുന്നുണ്ട്. അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്, ഞാൻ പറഞ്ഞു ഇൻഫ്ലമേഷൻ ഒരു കണ്ടീഷനാണ്, ഒരു കാരണമാണ് ഈ ആസ്മാറ്റിക് കണ്ടീഷനിലെ ഇൻഫ്ലമേഷൻ. ഈ ഭയങ്കരമായിട്ടുള്ള വിട്ടുമാറാത്ത ചുമയും ശ്വാസമുട്ടലുമാണ് ഇവർ ഫേസ് ചെയ്യുന്നത് ഈ ആസ്മാറ്റിക് കണ്ടീഷനിൽ. ഇതുകൊണ്ട് ക്രോണിക് ആയിട്ട് വരുന്ന, അതായത് കഫം ഇങ്ങനെ പോകാതെ വന്ന് പതിയെ ഇങ്ങനെ ശ്വാസം എടുക്കാതെ വന്നിട്ട് ഇങ്ങനെ വരുന്ന അതിന്റെ ഒരു എന്താ പറയുന്ന കുറച്ച് ഒരു വലിയ കണ്ടീഷനാണ് നമ്മുടെ ഈ ബ്രോങ്കിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന ആസ്മ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണല്ലോ അവസാനം ചില ആളുകൾ കണ്ടിട്ടില്ലേ ഇൻഹേലർ ഒക്കെ എടുക്കേണ്ടി വരുന്ന കണ്ടീഷൻ. അതാണ് ഇതിന്റെ കാരണം ഈ ശ്വാസകോശത്തിലേക്കുള്ള ഇൻഫ്ലമേഷൻ ആണ്. അതുപോലെ തന്നെയാണ് ഈ ബ്രോങ്കൈറ്റിസ്. ഞാൻ വീണ്ടും പറഞ്ഞു, ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റിൽ ഇൻഫെക്റ്റഡ് ആകുമ്പോൾ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാകുന്ന ആ ബ്രോങ്കൈറ്റിസിനെയും ക്ലിയർ ചെയ്യുന്നതിന് ഈ കണ്ടകാരിച്ചുണ്ട സൊലാനിയം സന്തോകാപ്പസിന്റെ കഴിവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സാധാരണ ഇപ്പൊ ഈ ബ്രോങ്കൈറ്റിസിന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നു. വൈറസ് പോലുള്ള ഇൻഫെക്ഷൻ കൊണ്ടും അല്ല, വൈറസ് പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ ബോഡീസിന്റെ ചില അറ്റാക്ക് ഒക്കെ കൊണ്ടിട്ടും ആണ് ഈ ആസ്മ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആസ്മ കണ്ടീഷൻ വളരെ ഏറ്റവും നന്നായിട്ട് ക്യൂർ ചെയ്യാനായിട്ട് റെസ്പോക്കെയർ ക്യാപ്സൂളിന് കഴിയുന്നുണ്ട്. വൈ? ബിക്കോസ് ദ സൊലാനിയം സന്തോകാപ്പസ് കണ്ടന്റ് ഈസ് പ്രോപ്പർട്ടീസ് ഇൻസൈഡ് ഇൻ ടു ദിസ് മെഡിസിൻ. ഇനി അടുത്ത വരുന്ന ഇതിന് ചെയ്യാൻ കഴിയുന്ന കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ലങ് കൺജക്ഷൻ ആണ്. അപ്പൊ ഈ എക്സസ് ഫ്ലൂയിഡും മ്യൂക്കസും ഒക്കെ എയർവേസിൽ വന്നിട്ട് ബ്രീത്തിങ്ങിന് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. എയർവേസിൽ ഇങ്ങനെ നിറഞ്ഞു കിടന്നിട്ട് അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോൾ ചെസ്റ്റ് ഭയങ്കര ടൈറ്റ് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് ആ ലങ് കൺജക്ഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടാകും. പിന്നെ ഈ സൊലാനിയം ചുണ്ടയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഇത് ബ്രോങ്കോ ഡിലേറ്റർ ആണ്. അതായത് ബ്രോങ്കോ ഡിലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ശ്വാസകോശങ്ങളിലെ ഇങ്ങനെ കഫം അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാവുമല്ലോ, അത് ശ്വാസകോശങ്ങളുടെ പേശിനെ ഭയങ്കരമായിട്ട് ചെറുതായിട്ടല്ല, വളരെ ഗ്രാജുവലി റിലാക്സ് ചെയ്ത് ഇങ്ങനെ അയച്ചു വിട്ടിട്ട് വായു സഞ്ചാരം എയർ കടത്തി വിടാനുള്ള ആ പാത്വേ വളരെ ക്ലിയർ ആക്കി കൊടുക്കും. എയർവേസിനെ ക്ലിയർ ആക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബെറ്റർ ആയിട്ട് ശ്വസിക്കാൻ കഴിയുന്നുണ്ടാകും.
അതുകൊണ്ടാണ് അങ്ങനെയുള്ള മരുന്നുകളെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോങ്കോ ഡിലേറ്റർ. അപ്പൊ നമ്മുടെ റെസ്പോക്കെ ക്യാപ്സൂൾ എന്താണ്? ഒരു ബ്രോങ്കോ ഡിലേറ്റർ ആണ് ഈ സാധനം. ഇങ്ങനെ എയർവേസിനെ വളരെ ക്ലിയർ ചെയ്യിച്ചിട്ട് ശ്വാസം മുട്ടലിന് വളരെ നല്ലതാണെന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ അത് കാരണം കണ്ടകാരിച്ചുണ്ട് അതിനകത്തുണ്ട്. കണ്ടകാരിച്ചുണ്ട് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ആയുർവേദം നമുക്കറിയാമല്ലോ, 5000 years ago അന്ന് മുതലേ ലോകത്തിലുള്ളതാണ്, ഭാരതത്തിലുള്ളതാണ്, ഒറിജിൻ ഇന്ത്യ തന്നെയാണ്. അപ്പൊ അത്രയ്ക്കും ഒരു ടോപ്പ് കണ്ടന്റ് ആണ്, അത്രയ്ക്കും ടോപ്പ് മെഡിസിൻ ആണ് നമ്മുടെ റെസ്പോക്കെ ക്യാപ്സൂൾ. പിന്നെ അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ബ്രോങ്കൈറ്റീസ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ എന്താണ്, ഐറ്റീസ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇൻഫ്ലമേഷൻ ഇസ് ദർ. അപ്പോൾ എന്ത്, ഐറ്റീസ് കുറയ്ക്കണം, ഇൻഫ്ലമേഷൻ കുറയ്ക്കണം. ഇൻഫ്ലമേഷൻ കുറയ്ക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് എയർ പാസ് ചെയ്യുന്നുണ്ടാവും, എയറിനെ കടത്തിവിടാൻ പറ്റുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് എന്താണ്, ബ്രോങ്കൈറ്റീസ് കുറയ്ക്കും. ബ്രോങ്കൈറ്റീസ് ഉള്ളവർ എന്ത് കഴിക്കണം? റെസ്പോക്കെ ക്യാപ്സൂൾ കഴിക്കുന്നു. പിന്നെ അടുത്ത് വരുന്നിട്ടുള്ള ഒരു മെയിൻ കണ്ടന്റ് ആണ് പറഞ്ഞ ടിനോസ്പെറ കോഡിഫോളിയ. ടിനോസ്പെറ കോഡിഫോളിയ എന്ന് പറഞ്ഞാൽ ചിച്ചമൃതം മലയാളത്തിൽ പറഞ്ഞു. ഇത് പറഞ്ഞ പോലെ ഈ അസ്മാറ്റിക് കണ്ടീഷൻ, അതുപോലെ ക്രോണിക് ആയിട്ടുള്ള കഫ്, ബ്രോങ്കൈറ്റിസ്, ആസ്മ എന്നൊക്കെ വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ വേറൊരു അഡ്വാൻറ്റേജ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ടിനോസ്പെറ, അതായത് ചിച്ചമൃതം. അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് 5 വർഷം മുമ്പുള്ള പാസ്റ്റിലേക്ക് പോയാൽ മതി. പാസ്റ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ COVID-19 പീരീഡിലൊക്കെ ഉണ്ടല്ലോ, ഗവൺമെന്റ് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിലും അതുപോലെ എല്ലാ ഈ ആയുർവേദ ഡിസ്പെൻസറിയിലും ഹോസ്പിറ്റലിലും ഒക്കെ ഈ പ്രിവെന്റീവ് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ എനിക്ക് നേരിട്ട് അതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്, ഈ ടിനോസ്പെറ അല്ലെങ്കിൽ ഈ ചിച്ചമൃത് കണ്ടന്റിലായിട്ടുള്ള മെഡിസിനാണ് അത് ഏറ്റവും കൂടുതൽ അന്ന് ആശുപത്രികൾ വഴി ഈ പ്രിക്കോഷന് വേണ്ടിയിട്ട്. അറിയാലോ, ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് ശ്വാസമുട്ടിയൊക്കെ ആണല്ലോ ഇത്ര ആളുകൾ ഇത്രയും മരിച്ചത്, അറ്റാക്കൊക്കെ ഒന്നും വന്നിട്ടല്ലല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കൊടുത്തു ഈ കണ്ടന്റഡ് ആയിട്ടുള്ള മെഡിസിനാണ്. പല പേരുകളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ പേരുകളൊന്നും അറിയില്ല, പക്ഷെ എങ്കിലും പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അത്രമാത്രം ഇഫക്റ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി പ്രോബ്ലത്തിന് റിലീഫ് കിട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ എന്താ ഇപ്പൊ ഞാൻ ഈ പ്രോപ്പർട്ടി ഇവിടെ പറയാൻ പറഞ്ഞു, ഇറ്റ്സ് വൺ ഓഫ് ദ മെയിൻ കണ്ടന്റ് ഇൻ ദ റെസ്പോക്കെ ക്യാപ്സൂൾ. വളരെ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് അതിനകത്ത് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ വേറൊരു പഠനം ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ പഠനത്തിൽ പറയുന്നത് ഈ അലർജിറ്റിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് അലർജി പോലെയുള്ള സാധനം വന്നിട്ട് മൂക്കിന്റെ ഭാഗത്ത് വീക്കവും അലർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ എപ്പോഴും മൂക്കൊലിച്ചുകൊണ്ടിരിക്കും, നമ്മൾ തുടച്ചു കളയും, പിന്നെയും ഒലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ തുമ്മലുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ തുമ്മലുകൾ. അറിയാതെ തന്നെ ചിലപ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന്റെ വയൽ ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളവും വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഈ റൈനസൈറ്റിസിന്റെ ഭാഗമാണ് ഈ കണ്ടീഷനൊക്കെ ഉണ്ടാകുന്നത്, അലർജറ്റിക് കണ്ടീഷൻ. അപ്പൊ ഇത് ഈ ചിച്ചമൃതിന്റെ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഗവൺമെന്റ്, മുമ്പ് നടത്തിയ ഒരു പഠനമാണ്. അപ്പൊ ഈ പഠനത്തിൽ വന്നിട്ടുള്ള ഒരു റിസർച്ചാണ്. അപ്പൊ ഒരു 100 ആളുകൾക്ക്, മേ ബി പേഷ്യന്റ് തന്നെയാണെന്ന്, ഇത്തരം കണ്ടീഷൻസ് ഉള്ള നമുക്ക് അവരെ പേഷ്യൻസ് എന്ന് വിളിക്കാം. ഒരു 100 പേർക്ക് ചിറ്റമൃതം എന്ന് പറയുന്ന കണ്ടന്റ്, അല്ലെങ്കിൽ അത് മാത്രം ടിനോസ്പെറ മാത്രം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഈ 83 പേർക്ക് മൂക്കൊലിപ്പ് കുറഞ്ഞു എന്ന് പറയണേ. 83 പേർക്ക്. അതുപോലെ തന്നെ മൂക്കിൽ നിന്നും കഫവോ മറ്റോ വരുന്ന ഒരു സംഭവത്തിന് നമുക്ക് നാസൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 69% അല്ലെങ്കിൽ 69 ആളുകൾക്ക് നാസൽ ഡിസ്ചാർജ് കുറഞ്ഞു. അതുപോലെ തന്നെ ഈ കൺജഷൻസ്, ഞാൻ ആദ്യം പറഞ്ഞ ചെസ്റ്റ് കൺജഷൻസ് പോലെയുള്ള സാധനങ്ങൾ 71% ആളുകൾക്ക് എന്താ പറയാ, വളരെ അത്ഭുതാവഹമായിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ പ്യൂരിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിനകത്ത് ഈ ഭാഗത്തൊക്കെ എന്തോ ഇരിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തടവുകയും ഞെക്കുകയൊക്കെ ചെയ്യുന്നത്, അതിനാണ് പ്യൂരിറ്റസ് എന്ന് പറയുന്നത്.
61% ആളുകൾക്കാണ് അത് കുറഞ്ഞത്. അപ്പൊ അത്ര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഒരു ഡ്രഗ് ആണ് ടിനോസ്പെറ കോഡിഫോളിയ. ആ ടിനോസ്പെറ കോഡിഫോളിയാണ് ഏറ്റവും ഹയസ്റ്റ് MGയിൽ നമ്മുടെ ഈ പറയുന്ന റെസ്പോക്കെയർ ക്യാപ്സൂൾ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറയുന്നു, ഇത് ഇപ്പൊ നമ്മുടെ ആയിഷാന്റെ പ്രോഡക്റ്റിൽ വന്നിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസിലൊക്കെ നമുക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് നമ്മുടെ റെസ്പോക്കെയർ ക്യാപ്സൂൾ. പിന്നെ വന്നിട്ട് ഉള്ളത് അഡത്തോടെ വാസിക എന്ന് പറയുക, ആടലോടകം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനം. ഏറ്റവും കൂടുതൽ ഈ ഈ ചുമയുമായിട്ട് ബന്ധപ്പെട്ട് സ്പ്യൂട്ടത്തിനെ പുറത്തേക്ക് തള്ളുന്നതാണ്. അതിന് പറയുന്നത് തന്നെ, ആടലോടകത്തിന് പറയുന്നത് തന്നെ എക്സ്പെക്ടറന്റ് എന്ന്. എക്സ്പെക്ടറന്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളുക എന്ന്. ഇവിടെ എന്താണ് സ്പ്യൂട്ടത്തിനെ പുറത്തേക്ക് തള്ളുക. ഇപ്പൊ നമ്മൾ ടിനോസ്പെറയും സ്ലാനിയൊക്കെ കൂടെ എന്താണ് കഫത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അലിയിപ്പിച്ച് കളയുന്ന, ഡിസ്മിലേറ്റ് ചെയ്യുന്ന പ്രോസസ് ഒക്കെ ശരിയാണ്. നമുക്ക് എയർവേസ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ കഫത്തിനെ പുറത്തേക്ക് വിടണ്ടേ? നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ, ചുമയ്ക്കുമ്പോഴാണ് മിക്കവാറും അത് സംഭവിക്കുക. ചുമയ്ക്കുമ്പോൾ കഫം പുറത്തേക്ക് പോയിട്ട് വന്നിട്ടാണ് അത് ക്ലിയർ ആവുള്ളൂ. അങ്ങനെ ഒരു എക്സ്പെക്ടറന്റ് ആയിട്ടാണ് ഇവിടെ ഈ സാധനം ആടലോടകം. അതുപോലെ തന്നെ ഈ ആയുർവേദത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥാനമാണ് ആ മെഡിസിൻ ഉള്ളത്. അപ്പോ അങ്ങനെ എക്സ്പെക്ടറന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഓസിമൻ സാൻഡ് എന്ന് പറഞ്ഞാൽ തുളസി. നമുക്ക് തന്നെ ഓസിമൻ സാൻഡും കണ്ടന്റഡ് ആയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്. നമ്മുടെ പഞ്ചതുളസിയിൽ മെയിൻ വരുന്നത് സാൻഡം തന്നെ. ഇതും നമുക്ക് ഈ പറയുന്ന ബ്രോങ്കിയല് അല്ലെങ്കിൽ കഫ് ആൻഡ് കോൾഡിനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പൊ ഇവിടെ കണ്ടകാരിച്ചൻ ആടലോടകം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഫത്തിന്റെ വിസ്കോസിറ്റി കുറച്ച് കുറയ്ക്കും. വിസ്കോസിറ്റി കുറച്ചിട്ട് അത് പുറത്തേക്ക് പോകാനുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കി തന്നിട്ട് ഈസി ആയിട്ട് അതിനെ പുറത്തേക്ക് തള്ളും. പറഞ്ഞ പോലെ നമുക്ക് ഡിസിമുലേറ്റ് ചെയ്ത് അകത്ത് കിടന്നാൽ പോലെ അതിന് പുറത്തേക്ക് വിടണം. പുറത്തേക്ക് തള്ളി പോയി പിന്നെ മേ ബി ഒരാഴ്ചയൊക്കെ എടുക്കുള്ളൂ. ഒരാഴ്ച കൊണ്ട് ക്ലിയർ ആയിട്ട് ഇത് നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ പരിഹരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി ആണ് പറഞ്ഞു. ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവങ്ങളും കൂടെയാണ്. അതുപോലെ ത്രോട്ട് ഇൻഫെക്ഷൻ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ത്രോട്ടിനെ നന്നായിട്ട് സൂത്തം ചെയ്യുന്നുണ്ടാവും. എന്നൊക്കെയുള്ള കരികരിപ്പ്, അങ്ങനെ ആ സാധനങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ടാവും. പിന്നെ അടുത്തൊരു കണ്ടന്റ് ആണ് നമുക്ക് വന്നത് സിഞ്ചിബർ ഓഫീസിനാലി. സിഞ്ചിബർ ഓഫീസിനാലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇഞ്ചിയാണ്. അപ്പൊ ഇഞ്ചിയുടെ പ്രത്യേകത നമുക്കറിയാം. വളരെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഈ പറയുന്ന ത്രോട്ട് ഇൻഫെക്ഷൻ ആന്റി ഓക്സിഡന്റ് ആയിട്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ബ്രോങ്കൈറ്റിസിന് വളരെ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആയുർവേദത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. കുറേ മെഡിസിന്റെ കോമ്പിനേഷൻസ് വരുമ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു സിനർജറ്റിക് എഫക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് 1+2, 2+8, 8+36 എന്നൊക്കെ പറഞ്ഞൊരു കണക്ക് നമുക്കില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ആക്ഷനാണ്. ഇപ്പൊ അത് ഞാൻ പറഞ്ഞ അതിന്റെ കോമ്പിനേഷൻ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതാണ് ഇവിടെ സിഞ്ചിബർ ഓഫീസിനാലി ചെയ്യുന്നത്. പിന്നെ പൈപ്പർ ലോങ്കമാണ്. പൈപ്പർ ലോങ്ക തിപ്പലി വളരെ ഈ പറയുന്ന റെസ്പിറേറ്ററി കണ്ടീഷൻസിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മരുന്നാണ്. അതും ഈ പറയുന്ന പോലെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, കഫത്തിനെ ഡിസ്മിലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവും. പിന്നെ ആസ്മയും തിപ്പലിയായിട്ട് എന്ത് ബന്ധം നോക്കും. പക്ഷെ ഈ പറയുന്ന ടിനോസ്പെറയും തിപ്പലിയും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ആസ്മയ്ക്ക് ഭയങ്കരമായിട്ട് എക്സലന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. പിന്നെ വന്നിട്ട് അതും കൂടെ കൂടാതെ ഇതില് ഈ പറഞ്ഞ ഈ ഒരു കഷായം ചേർന്നിട്ടുണ്ട്, ദശമൂൽ ക്വാത്ത്. ദശമൂല കഷായം, ദശമൂല അരിഷ്ടം ഒക്കെ നമ്മൾ ആയുർവേദത്തിൽ എപ്പോഴും കേൾക്കുന്നതാണ്. ഒരു വീട്ടിൽ ദശമൂല അരിഷ്ടം ഒന്ന് വാങ്ങിച്ച് വെറുതെ ഒരു എന്താ പറയുന്ന അതൊരു
എന്താ റിജുവിനേറ്റഡ് ആണ്, റിജുവിനേറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ കാരണം കുറച്ച് ആരോഗ്യമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത്ര എക്സലന്റ് റെസ്പിറേറ്ററി കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ്. ദശമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 10 വേരുകൾ അതിനകത്ത് ചേർന്നേക്കണം ആയുർവേദത്തിൽ. അതിൽ ബൃഹത് വേരുകൾ എന്ന് പറഞ്ഞൊരു 5 പിന്നെ ചെറിയ വേരുകൾ, അതായത് കൂവളവേര്, കുമിഴിൻ വേര്, പാതിരി വേര്, മുഞ്ഞ വേര്, പലകപ്പയ്യാണ്. ഇത്ര സാധനത്തിനാണ് ഈ ബൃഹത്ത് വേരുകൾ എന്ന് പറയുന്നത്. പിന്നെ ചെറിയ വേര്, ഓരില വേര്, മൂവില വേര്, ചെറുവഴുതിന വേര്, വെൺവഴുതിന വേര്, ഞെരിഞ്ഞില്. ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് കുറച്ച് കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 30% നമുക്ക് റെസ്പിറേറ്ററി ക്ലിയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത്രയും സാധനങ്ങൾ കൂടെ കൂടിയിട്ടുള്ള ഇത്ര ഒരു കോമ്പിനേഷൻ, ഇറ്റ്സ് എ വെരി റയർ കോമ്പിനേഷൻ, എക്സലന്റ് കോമ്പിനേഷൻ ആണ് റെസ്പോ കെയർ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ കണ്ടീഷനിലൊക്കെ ഉള്ള ആളുകൾക്ക് ഉള്ള നമുക്ക് തന്നെ ഉപയോഗിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ആൻഡ് ദാറ്റ് കമ്പനീസ് ഓഫേഴ്സ് ദാറ്റ് മച്ച് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദിസ് പ്രോഡക്റ്റ്. അതുപോലെ തന്നെ വിലയിലും വളരെ വില വന്നിട്ട് 829 MRP ഉള്ളൂ. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ കറക്റ്റ് DP. എന്തായാലും ഈ 829 രൂപയുടെ കണ്ടന്റ് ഒന്നും അല്ല ഇതില്, അത്രയ്ക്ക് എക്സലന്റ്. കാരണം ഈ 3 കണ്ടന്റ് ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇപ്പൊ സുലാനി ആയാലും, അതുപോലെ ടിനാസ്പൊറ, ഒസിമൻ സാങ്ക്ടം, ടത്തോട, ഇതൊക്കെ ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ച് ഈ പ്രോഡക്റ്റ് വന്നിട്ട് പറയാനുള്ളത്. ഈ സീസണിൽ പ്രത്യേകിച്ച് എപ്പോഴും ഉണ്ട്, ഓരോ സീസണിലും ഇപ്പൊ ഈ ഒരു മൺസൂൺ സീസണൊക്കെ ആകുമ്പോൾ ആളുകളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വേറെ രീതിയിലേക്ക് ഡാമേജ് ആയി പോകും. ഇപ്പൊ റിലേറ്റഡ് ഈ ആർത്രൈറ്റിസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൈക്ക് വേദന, കാല് വാദം, അങ്ങനെ ഓരോ ഏജ്ഡ് ആവണമെന്നില്ല, എല്ലാവർക്കും തന്നെ ഈ നമ്മുടെ ഓരോ അറ്റ്മോസ്ഫിയറും ഓരോ ക്ലൈമറ്റും ആ ചേഞ്ചസ് അനുസരിച്ച് മനുഷ്യന് ഓരോ രീതിയിൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാകും. ഇപ്പോ അഫക്റ്റഡ് ആയിരിക്കുന്ന ഈ സീസൺ അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് തീർച്ചയായിട്ടും നമ്മുടെ റെസ്പിറേറ്ററിനെയാണ് അഫക്റ്റഡ് ആകാനുള്ള എല്ലാ സാധ്യതയും അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് കുറച്ചധികം ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഇത്തരം നല്ല ഒരു ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആക്കി തന്നത്. അതെന്താ വെച്ചാൽ ബിക്കോസ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് മറ്റു രാജ്യങ്ങളിലേക്ക്. നമ്മൾ നിസ്സാരമായി കാണണ്ട്, നമുക്കൊരു മോശം ക്വാളിറ്റി എഫിക്കസി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോ ആയുസാന്റെ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായി കാണട്ടെ. എന്നെ അട്രാക്ട് ചെയ്തത് ഇതിന്റെ ഇത്രമാത്രം ഇത്രമാത്രം വാല്യൂബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പീഷ്യസ് ആയിട്ടുള്ള ഇതിന്റെ കണ്ടന്റ്സ് ആണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പ്രോഡക്റ്റ് സംബന്ധിച്ച് പറയാനുള്ളത്. അടുത്ത ടൈമിൽ വേറൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് കാണാം.